നമസ്തേ. നിങ്ങൾ തരുന്ന ഓരോ പുതിയ ഫീഡ്ബാക്കുകളാണ് എനിക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ് വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായി ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിംഗ്. 2024 മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിലേക്കോ സ്ഥാപനത്തിലേക്കോ കസ്റ്റമറെ ആകർഷിക്കാൻ ചെയ്യുന്ന സ്ട്രാറ്റജികളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുന്നതിലും നല്ലത് അവർ നമ്മുടെ സ്ഥാപനത്തെയോ നമ്മുടെ പ്രോഡക്റ്റിനെയോ അന്വേഷിച്ച് വരുന്ന രീതിയിൽ നമ്മൾ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജികൾ. നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് നമ്മളിലേക്ക് കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്ഥാപനം അന്വേഷിച്ച് വരുന്ന രീതി, അതിന് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ സ്ഥാപനം അന്വേഷിച്ച് വരുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. മാർക്കറ്റിംഗ് ഒരു വലിയ സബ്ജക്റ്റാണ്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ 2 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരും ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ടാണ് നമ്മൾ അത്തരം ട്രെയിനിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും കോമണായി എല്ലാവർക്കും ആകുന്നതും ഇന്നത്തെ തലമുറ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് എല്ലാ തലങ്ങളിലും ആവശ്യമായി വരുന്ന മാർക്കറ്റിംഗ് ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ബൃഹത്തായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ പ്ലസ് പോയിന്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പണ്ടുണ്ടായിരുന്ന മാർക്കറ്റിംഗ് പോലെയല്ല. സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് നമുക്കുള്ള ഗുണങ്ങൾ ഏറെയാണ്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് മറ്റുള്ളവർ കൂടി ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു പ്രോഡക്റ്റ് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ വാങ്ങുന്ന കസ്റ്റമറും നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ല റിവ്യൂകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, ഒരു പത്രത്തിൽ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം റീച്ച് എത്തി എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമുക്ക് കൃത്യമായ ആ ഡാറ്റ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് കോൺട്രവേഴ്സി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബസ് മാർക്കറ്റിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് അത് എന്താണ് കോൺട്രവേഴ്സി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ വരുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി മുമ്പേ ഉണ്ടാവും. ഒന്നുകിൽ അതൊരു പൊളിറ്റിക്കൽ, അതല്ലെങ്കിൽ ഒരു വർഗീയപരമായ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിയുമ്പോൾ പടം റിലീസാവുന്നതിന് മുമ്പേ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവും. ഒരു ബസ് മാർക്കറ്റിംഗ് അവിടെ നടക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ പടം റിലീസാകുമ്പോൾ കാണാൻ ആൾക്കാർ പറയാം, ഈ പടത്തിനെ കുറിച്ചാണ് അന്ന് കേസ് നടന്നത്. അങ്ങനെ അതുകൊണ്ട് സിനിമയിലും മറ്റും ഇത്തരം കോൺട്രവേഴ്സി മാർക്കറ്റിംഗ് അവർ കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന് ബസ് മാർക്കറ്റിംഗ് മറ്റൊന്നുമല്ല, ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വരുന്നതിന് മുന്നേ തന്നെ പ്രോഡക്റ്റ് ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുമ്പോൾ ടോക്ക് ഓഫ് ദി ടൗൺ, അതായത് നാട്ടിൽ മൊത്തം അതൊരു സംസാര വിഷയമാകുമ്പോൾ അത്തരം മാർക്കറ്റിങ്ങിനെയാണ് ഈ ബസ് മാർക്കറ്റിംഗ്. ഉദാഹരണത്തിന് നമ്മളൊരു ഇനാഗുറേഷൻ ആൾക്കാർ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. സെലിബ്രിറ്റി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിഞ്ഞോ, മമ്മൂട്ടി വരുന്നുണ്ട് ഇത്രാം തീയതി ഇന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മോഹൻലാൽ വരുന്നു എന്ന് പറയുന്ന അത്തരം ആക്ടിവിറ്റികൾ അവരെന്തിനാണ് അത് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബസ് മാർക്കറ്റിംഗ് ആണ്. അത് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചർച്ച നടന്നിരിക്കും, ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ട്. ഉദാഹരണം, ചില ആൾക്കാർ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മാരത്തോൺ വരുന്നതിന് മുമ്പേ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടാവും. ഇങ്ങനൊരു മാരത്തോൺ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്, ഇത് നടത്തുന്നത് ഇന്നാരാണ്. അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇനി ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, അണ്ടർ കവർ മാർക്കറ്റിംഗ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, എന്നാൽ അത് മാർക്കറ്റിംഗ് ആകുകയും ചെയ്യും. അതിന് ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ ഈ ഫിലിം സ്റ്റാർ വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതായി ആ സിനിമയിൽ കാണിക്കുക, ആ പ്രോഡക്റ്റിൻ്റെ പരസ്യം കൂടെയാണ്. നമ്മുടെ മലയാളം സീരിയലുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. സീരിയലിൻ്റെ കഥാപാത്രങ്ങളായ അതിൻ്റെ ഹീറോയിനും കൂടെ ടെക്സ്റ്റൈലിലേക്ക് പോകുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടെക്സ്റ്റൈലിൻ്റെ ഫോട്ടോയും അതെല്ലാം ഇങ്ങനെ കാണിക്കും. യഥാർത്ഥത്തിൽ മാർക്കറ്റിങ്ങിലായിട്ട് അവർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അല്ല, ഇതിന് അണ്ടർ കവർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കവർ ചെയ്തുള്ള മാർക്കറ്റ്, എന്നാൽ അത് വലിയ ഗുണം ചെയ്യുകയും ചെയ്യും.
സ്വർണ്ണക്കടകളിലേക്ക് സീരിയലിൻ്റെ നടനും നടിയും ആ സീരിയലിൻ്റെ ഭാഗമായി അവർ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നു. അത് സ്റ്റോറിയുടെ ഭാഗമാക്കി കാണിക്കും, എന്ന പരസ്യമായി കാണിക്കുകയുമില്ല. അത്തരം മാർക്കറ്റിങ്ങുകളെയാണ് അണ്ടർ കവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഫ്രീ ഗിഫ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പല പ്രോഡക്റ്റും വരുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ സാക്ഷ്യ രൂപത്തിൽ ആൾക്കാർക്ക് ഫ്രീ കൊടുക്കും. ഈ ഫ്രീ ഗിഫ്റ്റ് മാർക്കറ്റിംഗ്, ചെറിയ വാല്യൂ ഉള്ളൊരു സാധനം ഫ്രീ കൊടുത്തുകൊണ്ട് വലിയ വാല്യൂ ഉള്ള സാധനം പർച്ചേസ് ചെയ്യിക്കുന്ന ടെക്നിക്കിനെയാണ് ഫ്രീ ഗിഫ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രോസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, ഇത്തരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ഞാൻ പറയുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ക്രോസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ തരം പ്രോഡക്റ്റ്, പക്ഷേ അത് രണ്ട് മാർക്കറ്റിങ്ങിൻ്റെ അവർക്ക് രണ്ട് കൂട്ടർക്കും വേണം. ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഒരു പ്ലംബിംഗ് ഷോപ്പുകാരന് ഇലക്ട്രിക് ഷോപ്പുകാരനുമായി മിങ്കിൾ ചെയ്തുകൊണ്ട്, അപ്പോൾ ഒരു പർച്ചേസിന് വരികയാണ്, പ്ലംബിങ്ങിൻ്റെ സാധനം വാങ്ങുന്ന ആൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ട്രിക്കലിൻ്റെ സാധനം കൂടി വേണ്ടി വരും. അപ്പോൾ പറയും, നിങ്ങൾ പ്ലംബിങ് ഇലക്ട്രിക്കിൻ്റെ സാധനം സാറേ എടുത്തോ, ഇല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന കടയുണ്ട് വളരെ നല്ലതാണ്. അപ്പോൾ അവർ ഇലക്ട്രിക്കലിൻ്റെ എടുക്കാൻ വരുമ്പോൾ അവർ പ്ലംബിംഗ് ഷോപ്പിനെ കൂടെ അവർ മിങ്കിൾ ചെയ്യിക്കും. അപ്പോൾ രണ്ട് കൂട്ടരും ഒരേ തരം കസ്റ്റമർ രണ്ടുപേരും ക്രോസ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ക്രോസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സ്പെൻസ് കുറവും എന്നാൽ റിസൾട്ട് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ കല്യാണങ്ങളിലൊക്കെ ലൂമിനേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇലൂമിനേഷൻ ചെയ്യുന്ന ആൾക്കാരും പിന്നെ പന്തൽ ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ പരസ്പരം, അല്ലെങ്കിൽ ഫുഡ് കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരും ഇവർ തമ്മിൽ ഒരു ക്രോസ് പ്രൊമോഷൻ ചെയ്യും. കാറ്ററിംഗുകാരൻ പറയും, എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യും, നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ ഞാൻ എനിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾക്ക് ഉദാഹരണം പറയാം, നമുക്ക് ആപ്പിൾ ആമസോണിൻ്റെ കൂടെ ക്രോസ് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. ഏരിയൽ LGയുടെ കൂടെ ക്രോസ് പ്രൊമോഷൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ, SBI ക്രെഡിറ്റ് കാർഡിൻ്റെ അടുത്ത് ക്രോസ് പ്രൊമോഷൻ. ഇതൊക്കെ വലിയ വലിയ ക്രോസ് പ്രൊമോഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇത്തരം മാർക്കറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്യും, റീച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇതാണ് ക്രോസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കോപ്പി മാർക്കറ്റിംഗ്, ഇന്നത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് കോപ്പി മാർക്കറ്റിംഗ്. എന്തെങ്കിലും ഒരു ഫേമസ് ഇൻസിഡൻറ്റ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ചില സിനിമകളിലേക്ക് ചില ഡയലോഗുകൾ വളരെ ഫേമസ് ആവും. അപ്പോൾ ആ ഡയലോഗ് എടുത്തും കൊണ്ട് പരസ്യം ചെയ്യുന്ന ഒരു മാർക്കറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഒരു വന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ, ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ഡയലോഗാണ് ഒരു സിനിമയിൽ, ഈ ഇടയ്ക്ക് വന്ന സിനിമയിൽ അംബാനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാർക്കറ്റിങ്ങുകൾ. ഇനി ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, മൊമെൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. മൊമെൻറ്റ് മാർക്കറ്റിംഗ് ഓരോ ദിവസവും നടക്കുന്ന, നമ്മളൊരു വലിയ കടയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ ഉയർന്ന് വലിയൊരു ഇനാഗുറൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതിനി അങ്ങ് റൺ ആയിക്കോളും അല്ലെങ്കിൽ നടന്നുകൊള്ളും എന്ന് പറയുന്നതല്ല. നമ്മുടെ ഒരു പ്രസൻസ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവണം. അതിന് ഏറ്റവും ഉദാഹരണമാണ് മൊമെൻറ്റ് മാർക്കറ്റിംഗ്. അന്നത്തെ ഡേ വെച്ചുള്ള ചെറിയ ചെറിയ വീഡിയോ, ഇതിനൊന്നും വലിയ എക്സ്പെൻസ് ഉള്ളതല്ല. ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ചെയ്യാൻ അറിയാവുന്ന ഒരു എംപ്ലോയിയെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10-25 രൂപ കൊടുക്കുമ്പോൾ അത്തരം എംപ്ലോയീസിനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അവരെ എംപ്ലോയി ചെയ്തിരുന്നത് നമുക്ക് ഈ ഡേ ടു ഡേ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, മൊമെൻറ്റ് മാർക്കറ്റിംഗ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു VIP മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒബിച്ചറി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആദരാഞ്ജലികൾ അതിൻ്റെ താഴെ ചെറുതായിട്ട് നമ്മുടെ ലോഗോയും നമ്മുടെ ടാഗ് ലൈന് മാത്രം കൊടുത്തുകൊണ്ട് പ്രസൻസ് മാർക്കറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പം വിഴിഞ്ഞത്തേക്ക് ഒരു ഷിപ്പ് വന്നു, ആദ്യമായി വന്ന സംഭവം. അതിന് ഒരു അപ്രിസിയേഷൻ, വിഴിഞ്ഞത്തെ ഷിപ്പ് വന്ന ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ കേരളം മുന്നോട്ട് വരുന്നു എന്നുള്ള നിലയിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയയിൽ അതിന് അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വരുന്നതിനൊക്കെ അങ്ങനെ ഒരു ചെറിയ ഡെയിലിയുള്ള ആക്ടിവിറ്റികളിൽ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ ഇടയിൽ നമ്മുടെ സ്ഥാപനത്തെ ഒരു ഹുക്ക് ചെയ്ത് നിർത്താൻ, അതായത് സ്ഥാപനത്തെക്കുറിച്ച് എപ്പോഴും ഒരു ആക്ടിവിറ്റിയിൽ നിറഞ്ഞു നിൽക്കാൻ വളരെ സഹായകമാണ്. ഇനി ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, ട്രേഡ് ഷോ മാർക്കറ്റിംഗ് എന്ന് പറയും. ഓണം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ട്രേഡ് ഷോകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ട്രേഡ് ഷോ എന്ന് പറഞ്ഞാൽ ഒറ്റ കുടക്കീഴിൽ എല്ലാ സാധനവും കിട്ടുന്ന ട്രേഡ് ഷോ ആണ്. ട്രേഡ് ഷോയിൽ സെയിൽസ് കുറവാണെങ്കിൽ കൂടി അതിനകത്ത് റീച്ച് കൂടുതലാണ്. അത് മാർക്കറ്റിംഗ് ആംഗിളിൽ കൂടെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ആൾക്കാരിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രേഡ് ഷോ മാർക്കറ്റിംഗ് വരുമ്പോഴത്തേക്ക് ചെറിയ ചിലവുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ഒഴിവാക്കാതെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇത് ഞാൻ ചുരുക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കോൺട്രവേഴ്സി മാർക്കറ്റിംഗ്, ബസ് മാർക്കറ്റിംഗ്, അണ്ടർ കവർ മാർക്കറ്റിംഗ്, ഫ്രീ ഗിഫ്റ്റ് മാർക്കറ്റിംഗ്, ക്രോസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ്, മൊമെൻറ്റ് മാർക്കറ്റിംഗ്, ട്രേഡ് ഷോ മാർക്കറ്റിംഗ്. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത് എന്ന് കണ്ടെത്തുകയും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ കഴിയണം. അതാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരം പുതിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കിട്ടട്ടെ. ജയ് ഹിന്ദ്.